ഞാൻ പിടിച്ച് വലിക്കട്ടെ, എൻ്റെ മുടി പിടിച്ച് വലിക്കട്ടെ. പിന്നെ എൻ്റെ മുടി പിടിച്ച് വലിക്കട്ടെ. അപ്പോ അല്ലെങ്കിൽ നാലെഴുതുള്ളൂ. വരട്ടെ വരട്ടെ. ബാറ്ററി വേണ്ടി സെറ്റ് ചെയ്യുന്നു. ഹാപ്പി സംക്രാന്തി. കർക്കിടകം 1 രാമായണ മാസം ആരംഭം. പക്ഷെ കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് സങ്കടമുള്ള ദിവസമായിരുന്നു. ഇന്ന് 9th month കഴിഞ്ഞ് 10ാം മാസത്തിൽ വാക്സിനേഷൻ ചെയ്യാറുണ്ട്. 3 ഇഞ്ചക്ഷൻ, 2 കയ്യിലും ഓരോന്ന് വിധം, ഒരു കാലിലും. ഗംഭീര കരച്ചിലായിരുന്നു, നമുക്ക് എടുക്കാൻ പറ്റണില്ല. ഗംഭീര കരച്ചിൽ പറഞ്ഞാൽ പിടിച്ചിട്ട് നിൽക്കണില്ല, ഭയങ്കര കരച്ചിൽ, ഏങ്ങി കരയായിരുന്നു. അവസാനം ഞാൻ തീരുമാനം എടുത്തു, തൊട്ടി കെട്ടാൻ. തൊട്ടിലുണ്ട്, പക്ഷെ എവിടെയാണെന്നറിയില്ല, എടുത്ത് വെച്ചിട്ടുണ്ട്. അവളുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യാതെ ഒരു മുണ്ടെടുത്ത് കെട്ടി, എന്നിട്ട് അവളെ കടത്തിക്കുകയാണ്. കാരണം നമുക്ക് എടുത്തിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണില്ല, കൈ തട്ടും. എടുക്കുമ്പോൾ കൈ 2 കൈയിലും അവളുടെ കൈ തട്ടുമ്പോൾ വേദന, കാല് നമ്മുടെ മേത്ത് ചേർത്ത് വയ്ക്കുമ്പോൾ അതും വേദന. ഫുള്ള് കരച്ചിലായിരുന്നു. എനിക്ക് വയ്യ. അവളിങ്ങനെ കരഞ്ഞിങ്ങനെ ഒഴുകി ഒന്നും പറയണം, ആകെ സമയം. അമ്മയുണ്ട്, അതുകൊണ്ട് ചെറിയൊരു ആശ്വാസം. അമ്മ കണ്ണിനെ കൂട്ടാൻ വേണ്ടി പോയിരിക്കുക. ഇപ്പൊ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ട്, കാണിച്ചു തരാം. പാരസെറ്റമോൾ കൊടുത്തു, ചെറിയ ചൂടേ ഉള്ളൂ, വലിയ പനിയൊന്നുമില്ല. പക്ഷേ നല്ല വേദനയുണ്ട്, കാല് അനക്കാൻ പറ്റുന്നില്ല. അവൾ പൊതുവെ പാൽ കുടിക്കുമ്പോൾ എന്തെങ്കിലും കൈകൊണ്ട് കുരുത്തക്കേട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഉറങ്ങി എണീറ്റ് പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കൈ കൊണ്ട് തന്നെ അവൾ തൊടയിൽ തല്ലിയത് ഇഞ്ചക്ഷൻ ഇട്ടവിടെ. നല്ല വേദന പറഞ്ഞാൽ നല്ല വേദന. അതായിരുന്നു കരച്ചിലിൻ്റെ തുടക്കം. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല, പാൽ കുടിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയതാണ്, ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ കുറച്ച് കോറ കഴിച്ചതാണ്, പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് വൈകുന്നേരം എന്നറിയില്ല. ഇതാ എണീറ്റ് പാൽ കുടിച്ചു, 3/4 മണിക്കൂർ കരഞ്ഞു, തൊട്ടി കെട്ടി കിടത്തി ഉറക്കി. ഇതാണ് ഇന്നത്തെ ദിവസത്തെ അടിപൊളി. പാവട്ടോ ഈ പിള്ളേരുടെ വാക്സിൻ വല്ല സിറപ്പോ ഇല്ലെങ്കിൽ ഒറ്റ ഇഞ്ചക്ഷനിൽ വെള്ളം തീർക്കാൻ പറ്റും. വെറുതെ എല്ലാ ആൾക്കാർ 8,000 10,000 പോയാൽ പോട്ടെ പറഞ്ഞ് പെയിൻലെസ് എടുക്കുന്നത്. പിള്ളേരുടെ കരച്ചിൽ കാണാൻ നമുക്ക് സഹിക്കില്ല, അല്ലാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി 1.5 വയസ്സിനാണ് ഇനിയുള്ളത്. അത് ഇതിനേക്കാളും വേദനയായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി വേദന കുറവാണ്, പിന്നെ പനി കുറവാണ്, പനി അധികം വരാറില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ 1.5 വയസ്സിൻ്റെ കാര്യം എന്തായിരിക്കും എൻ്റെ ദൈവമേ, എനിക്ക് ആലോചിക്കാൻ വയ്യ. കുഞ്ഞാലിക്ക് ചെറിയൊരു വേദന പോലും സഹിക്കാൻ പറ്റില്ല. ഏകദേശം എൻ്റെ അതേ ക്യാരക്ടർ അവൾക്ക് വേദന സഹിക്കാൻ ഒട്ടും പറ്റില്ല. അറിയില്ല ഇന്നത്തെ രാത്രി ഇനി എങ്ങനെ വെളുപ്പിച്ചെടുക്കും, നാളെ രാവിലെ ആകുമ്പോഴേക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി സമാധാനത്തിൽ. രാത്രി ഇത്തിരി വേദന ഇത്തിരി കുറഞ്ഞൊന്ന് ഉറങ്ങിയാൽ മതി. മെയിൻ വല്ലതും കഴിക്കണം. ഇനിയിപ്പോൾ എന്തായാലും എണീറ്റിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കണം. എണീക്കുമ്പോഴേ പാൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ് എണീക്കുന്നത്. നമ്മൾ പാൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊട്ടു മുട്ടി കരഞ്ഞു, അറിയില്ല. ഇനി കണ്ണം വന്ന് എങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കും, ഉള്ള ഉറക്കം പോവോ, എനിക്ക് വയ്യ. എനിക്ക് ആലോചിക്കാനേ വയ്യ, ഉള്ള കരച്ചിലാണ് വയ്യ. വാട്ട് എ ഡേ.
വേദനിക്കുണ്ടാവും. മതി 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 മതി. കുട്ടി പോയി വല്ലതും കഴിക്കേ, ഡ്രസ്സ് മാറ്റി മേല് കഴുകുക, എന്താ വെച്ചാൽ ചെയ്യിപ്പോ. രാവിലെ കുളിച്ചല്ലേ, ഓ കൈയും കാലും മോൻ കഴിക്കാൻ മതി. ഇന്ന് തണുപ്പൊക്കെയാണ്, കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. തൊത്തുമ്മയുടെ കൈ വേന പോയോ? ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഇട്ട ചന്ദന എൻ്റെ, ഞാൻ മുഖം പോലും കഴിച്ചിട്ടില്ല. കരഞ്ഞിട്ട് ആരടുത്തും പോണില്ല. ഇപ്പോഴാ ഒന്ന് കരച്ച് നിർത്തി. സുഖമായോ? കഴിക്കാൻ അവിടുത്തെ എവിടുന്നാ കരച്ചിൽ വരണെന്ന് അറിയില്ല. മേലിന്ന് പോണേയില്ല. കരയണ്ട. കുത്തുണ്ടോ? ഇല്ലല്ല. എനിക്കുണ്ടോ? കൈവേദന മാറി. പനിയുടെ മരുന്ന് കഴിക്കണ്ടേ? മണി 6 കഴിഞ്ഞു. അമ്മമ്മ വരട്ടെ കേട്ടോ, മരുന്ന് കഴിക്കാട്ടോ. പച്ച വരും. ഒരു ഉമ്മ തരോ? ഉമ്മ ചുമ്മ തരോ? ഉമ്മ ചുമ്മ തരോ? ഒരു ഉമ്മ തരോ? തരില്ല, തരില്ല. ചുമ തരില്ല. കുമ്പി ഉമ്മ തരില്ല. ഉമ്മ താടി ചുണ്ടുമണിയല്ലേ. നീ കാലിൽ തൊടണ്ട, മിണ്ടാതിരിക്കും. കാലിലിങ്ങനെ അറിയാതെ തൊട്ടാൽ പോലും ഭയങ്കര വേദന.